മണ്ണിലേരം വരളുമ്പോ കിരണങ്ങൾ കണ്ണിൽ നീറുമ്പോ താങ്ങാവാ തണലാവാ കൈകാൽ നീണ്ടു വളരുമ്പോൾ 10 പ്രാവശ്യം സ്ക്രോൾ ചെയ്യും. അതിലൊരു റീൽ ഒന്ന് 5 വരും അവസാനം. 5 റീല് വാഴണ്ടാവും. 5 റീല് 2 വാഴലച്ചിരി ഉണ്ടാവും. നമ്മൾ ലിസ്റ്റഡ് ആവണം. പിന്നെ ഞാൻ ലിറിക്സ് എഴുതും. അപ്പോ ഇതിന്റെ അകത്ത് ഈ പാട്ടിനകത്ത് 2 ലിറിക്സ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തത് മാറ്റി. ഏത് ലിറിക്സ് ആയിരുന്നു? ഞാൻ പാടിയ ലിറിക്സ് അതായത് നമ്മളോട് ഒരുപാട് അരിശൊക്കെ ഇങ്ങനെ ആയിട്ട് വന്നവർ പറയും, എടി സോറി കേട്ടോ, എല്ലാത്തിനും സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അത് നല്ലൊരു കാര്യല്ലേ, ഒരു പാട്ടിലൂടെ അങ്ങനെ ഒരു ഗുണം ഉണ്ടായി അല്ലേ, മിണ്ടാത്തവരൊക്കെ ഒന്ന് മിണ്ടിയല്ലേ. ഞാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വീട്ടിൽ ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും നീയാണോ പാടി, ഞാൻ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി കറങ്ങിയിട്ട് രാത്രി 12 മണിയപ്പോഴായത് എത്തിയത്. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എന്റെ കൂടെയുള്ളത് വാനില ചെടിയുടെ കുറച്ചധികം പേരാണ്, 4 പേരുണ്ട് അല്ലേ. രജത് ടീം രജത് പ്രകാശ്, ദില്ലു, നീളാരാജ ആൻഡ് സാത്വിക അല്ലേ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു അതിന്റെ തെലുഗു ട്രെയിലർ ലോഞ്ചൊക്കെ വന്നു, അറിഞ്ഞില്ലേ നിങ്ങളൊക്കെ? അപ്പൊ വാഴ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലെവലിൽ എത്തിയിരിക്കണം. അപ്പൊ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ? രജത്ത് എങ്ങനെയുണ്ട് സന്തോഷമൊക്കെ? വളരെ സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ബാറിനൊക്കെ കടന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അത് അത്ഭുതത്തോടെ കാണുന്നത്, സന്തോഷത്തെക്കാൾ അത്ഭുതമായി തോന്നുന്നു കുറച്ച് ദിവസമായിട്ട്. എല്ലാവരും ഹാപ്പിയാണ്, ഫുൾ ടീം ഹാപ്പിയാണ്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ തുറന്നു കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ കൂടെ പിറന്നവരല്ലേ അല്ലെങ്കിൽ വാനില ചെടി, ഈ പാട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും അത്രയും ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ ആ പാട്ട് വന്നപ്പോൾ ഉള്ള ഒരു ഇത്രയും ആളുകളെ ഏറ്റെടുത്തപ്പോൾ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? എനിക്ക് പൊതുവേ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇതേപോലെ സംഭവിക്കായിരിക്കും, ഇന്നൊക്കെ കാറ്റഗറി ഓഫ് ഓഡിയൻസിന് അയക്കും ഇത് മനസ്സിലാവാൻ കിട്ടുക, ഫീൽ ചെയ്യുക. അപ്പോൾ അത് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ആൾക്കാർ റീൽസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര രസം, നല്ല അടിപൊളി മ്യൂസിക് വീഡിയോസ്. ഒരു വീഡിയോ ഉണ്ട്, പൂച്ച എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് നല്ല അടിപൊളിയായിട്ട് സിനിമ പോലെ ഇരിക്കുന്നത്, ഒരു പൂച്ചേനെ ഫോളോ ചെയ്തിട്ടുള്ള സാധനം. അതുപോലെ ഇഷ്ടംപോലെ ഉണ്ട്, കുറേ ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആനിമേഷൻസ് ഉണ്ട് കുറേ. അപ്പം ഇത്ര എഫേർട്ടഡ് ആണ് ഒരു പാട്ട് ഫീൽ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടാക്കുക, എഡിറ്റ് ചെയ്യുക. അത് ഭയങ്കര അത് കാണുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ ചെയ്തൊരു പാട്ട് ഇത്രത്തോളം അത് എല്ലാവരും ഏറ്റെടുക്കുന്നത് കൂടെ തന്നെ ഇത്രയും വീഡിയോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ അത് പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ഈ പേഴ്സണലി ഈ ചേട്ടാ ഹെഡ്ഫോൺ കേട്ടോ അത് എന്തോ ഒരു എക്സ്പീരിയൻസ് കിട്ടി എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കുറെ പിള്ളേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഏരിയ പാട്ട് മൊത്തം കേട്ട എക്സ്പീരിയൻസ് പറയണത് എനിക്ക് തോന്നാ ഇതും വേറൊരു പാട്ടിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേഗാന്ത് ട്രാക്കുണ്ട്, നീശില പോകുന്നത്. ഈ ട്രാക്കിനത് ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടി. കാരണം ഇതിനകത്ത് കുറെ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. കുറെ സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സാത്വിക വോയിസ് വരും, പെട്ടെന്ന് കോർസ് ആവും. സാത്വിക വോയിസ് കോർസ് വരും, പിന്നെ എന്റെ വോയിസ് വരും. അത് അങ്ങനെ നാരോ ഡൗൺ ചെയ്യുന്ന സാധനം പെട്ടെന്ന് വലുതാവാ ചെറുതാവാ. ഈ എക്സ്പീരിയൻസ് ഹെഡ്ഫോൺ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. കിട്ടി റെസ്പോൺസിൽ. കമന്റിൽ ഞാനൊരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ പറയും മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്, ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ മഴ കട്ടൻ ചായ വാനില ചെടി എന്ന് പറയുന്ന ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. എന്താന്ന് വെച്ചാൽ മഴയത്ത് കേൾക്കാൻ നല്ല സുഖാണെന്ന് പറയുന്നത് അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്. നിങ്ങൾക്ക് അത്രയും നല്ലൊരു പാട്ടിന് ഇത്ര ആളുകൾ ഏറ്റെടുക്കാൻ. ചെറിയ മഴയുടെ സൗണ്ടും ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. അതെ, നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്ന പാട്ട് അല്ലേ. അതുപോലെ ദിൽറു, നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിജുകുട്ടൻ ചേട്ടന്റെ പല വീഡിയോയിലും ആ ഒരു ദിലുവിന്റെ ശബ്ദം അല്ലെങ്കിൽ ആ ഒരു വരികൾ ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ രജത്തിന്റെ പോലെ തന്നെ ദിലുവിന്റെ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ് പാട്ട് ഇത്ര ഹിറ്റ് ആയപ്പോ? എനിക്ക് ഫസ്റ്റ് വർക്ക് ആണല്ലോ, എൻ്റെ ഡെബ്യൂ മൂവി ആയിരുന്നു. സോ അതുകൊണ്ട് പിന്നെ ഞാൻ ട്രെയിൻഡ് മ്യൂസീഷ്യൻ അല്ല, ഞാൻ തനിയാണ്, സെൽഫ് ടോട്ടാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയോടാണ് നന്ദി പറയേണ്ടത് ഇങ്ങനൊരു ചാൻസ് തന്നതിന്. പിന്നെ ദ ഹോൾ ക്രൂ ആൻഡ് ടീം. പിന്നെ ഇത് ഫസ്റ്റിൽ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഡോൾബിയിലല്ലേ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര നമ്മൾ സ്റ്റുഡിയോയിൽ കേട്ടിട്ടുള്ള മിക്സ് കഴിഞ്ഞ് കേട്ടിട്ടുള്ള വേർഷൻ അല്ല, ഡോൾബിയിൽ കേൾക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു കുളിര് വരും. അതുപോലെയാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ 1 മില്യൺ കയറിയായിരുന്നു.
ഭയങ്കര സന്തോഷമായി. പിന്നെ വീട്ടിലൊന്നും ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ സിനിമയാണല്ലോ, അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ശബ്ദം കട്ട് ചെയ്ത് കളഞ്ഞാലോ. അങ്ങനെയൊക്കെ പേടിച്ചിരുന്നല്ലേ? ദേ ഇവിടെ ഇരിക്കുന്ന ആളല്ലേ അങ്ങനെ കട്ട് ചെയ്തോളെ. അപ്പോ കൊറേ പേടിക്കണ്ട, അങ്ങനെയൊന്നും അല്ല, എന്നാലും നമുക്ക് ഒരു ഇതുണ്ടല്ലോ, പണ്ട് ഇങ്ങനെ പറയല്ലോ സിനിമയിൽ പോയോ അങ്ങനെ. അപ്പോ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, അമ്മ അച്ഛൻ ആരോടും പറഞ്ഞില്ല. ലാസ്റ്റ് ഞാൻ സോങ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പം എന്തിനാ സോങ് അയക്കുന്നതെന്നൊക്കെ വീട്ടിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാടിയ പാട്ടാ. നീയോ, നീ എപ്പോ പാട്ട് പാടി, നീ പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ ഫ്രണ്ട്സ് ആയിട്ടാണ് പോയത് പ്രീമിയർ കാണാൻ. ഭയങ്കര സന്തോഷമായി. നമുക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. പിന്നെ എന്റെ ബർത്ത്ഡേയുടെ അടുപ്പിച്ചായിരുന്നു, അതിന്റെ ഒരു വീഡിയോ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ അടുപ്പിച്ചായിരുന്നു ഈ റിലീസ്. അപ്പോ ഭയങ്കര വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, എല്ലാം കൊണ്ടും നല്ലൊരു മന്ത്, ഭയങ്കര ഒരു നല്ല തുടക്കം പോലെ ഒരു ദിവസം മറക്കില്ല ഇല്ല, ഒരിക്കലും മറക്കില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീൻ ഉണ്ടല്ലോ, നമ്മൾ പറയില്ല ആ സീനിൽ ആ ഒരാൾ വീഴുന്ന ഒരു സീനിൽ ഇനി ഒരിക്കലും ഒരാളും ചിരിക്കില്ല എന്ന് പറയുമ്പോൾ ആ പാട്ടും കൂടി ആ സീനിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ആ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ ഒരു ഫീല് ഭയങ്കര ഒരു രസമായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു റെക്കോർഡിങ് സമയത്തും അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ പല രജിത്തിന്റെ വീഡിയോ കണ്ടപ്പോഴേ പലതിലും പല എന്താ പറയാ പല തരത്തില് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അല്ലെ, കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? രജത്തിന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പുള്ളിയുടെ കൂടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പുള്ളിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത്. പുള്ളിയുടെ ഒരു വർക്കിന് ഇപ്പൊ വരാൻ പോകുന്നുണ്ട് അത്. അപ്പോൾ ആ മ്യൂസിക് വീഡിയോയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് വരുവാണ്. അപ്പോൾ ഞാൻ പാടുമെന്നറിയാം. ഞാൻ പഠിച്ചിട്ട് ആധികാരികമായിട്ട് അതിനെപ്പറ്റി പഠിക്കാത്തത് കൊണ്ട് എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്ക് എന്തോ ഒരു ഇൻസൈറ്റ് അടിച്ചു, അത് കാണാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ആൻഡ് ഈ പാട്ടിന്റെ ഡിസ്കഷൻ വരുമ്പോൾ, ഈ പാട്ടിങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റ് ഒരു ലൈൻ, ഒരു താരാട്ടുപാട്ട് പോലൊരു ടോണിലാണ് ഇത് വരുന്നത്, എന്തെങ്കിലും പാടി അയച്ചു തരൂ. അപ്പോൾ ഞാൻ എന്തോ പിയ പോലെ ആൻഡ് മറ്റേ ആനന്ദത്തേനും ആ പാട്ടൊക്കെ പാടി അയച്ചു കൊടുത്തു. പറഞ്ഞു ഓക്കെ ഇത് മതി, നമുക്ക് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഉറപ്പായിട്ട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലിറിക്സ് എഴുതും. അപ്പോ ഇതിന്റെ അകത്ത് ഈ പാട്ടിനകത്ത് 2 ലിറിക്സ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തത് മാറ്റി. ഞാൻ പാടിയ ലിറിക്സ് മണ്ണിൽ വാനം മുത്തുമ്പോൾ കിരണങ്ങൾ കണ്ണിൽ കത്തുമ്പോൾ അങ്ങനെയായിരുന്നു. മണ്ണിൽ വാനം മുത്തുമ്പോൾ കിരണങ്ങൾ കണ്ണിൽ കത്തുമ്പോൾ അതിനൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഒരു നെഗറ്റീവ് എൻഡ്, അതിന് ഉത്തരമായി ഞാൻ നിന്റെ കൂട്ടുണ്ടാവും, എനിക്ക് ദുരന്തം ഉണ്ടായാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇരിക്കണം. പക്ഷെ അത് ഞാൻ എഴുതിയപ്പോൾ അത് അത്ര കൺവേ ആവണല്ലോ, എനിക്കും ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു പാടിക്കണം പറ്റുക. പിന്നെ അവൾ പറഞ്ഞു നമുക്ക് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിൽ വാനം മുത്തുമ്പോ എന്ന് പറയുമ്പോ മഴയല്ലേ നമ്മുടെ മുത്തുമ്പോ എന്നൊക്കെ പറയുമ്പോ ഒരു പോസിറ്റിവിറ്റി. പുള്ളി പറഞ്ഞ നെഗറ്റിവിറ്റിയാ വേണ്ടേ. ഞാനിങ്ങനെ ചിന്തിച്ചു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഞാൻ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഞാൻ ചിന്തിച്ചോ പറഞ്ഞു, എന്നാ പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഡ്രൗട്ട് അങ്ങനെ കൊണ്ടുവന്നു. മണ്ണിൽ ഈറൻ വരളും തീരണങ്ങൾ കണ്ണിൽ കത്തുമ്പോ ഭയങ്കര ചൂട് വരുന്നു പാടും. ഇപ്പൊ ഒന്ന് കേൾക്കാൻ ഒരു പറയുമ്പോ ഒരു സുഖമില്ല, പാടുമ്പോഴാണ് ഒരു സുഖം. ആ ഒരു വാനിലച്ചെടിയേ വാനോളം വളര്, വാനിലച്ചെടിയേ വാനോളം വളര്. മണ്ണിലേറും വരളുമ്പോ കിരണങ്ങൾ കണ്ണിൽ നീറുമ്പോ താങ്ങാവാ തണലാവാ, കൈകാൽ നീണ്ടു വളരുമ്പോൾ കാലം കുത്തനെ നീങ്ങുമ്പോ മരമാവാ ഒരിക്കൽ വനമാവാ. അയ്യോ എനിക്ക് എന്താ കുളിര് വരും കേട്ടിട്ട്. ഒന്നാമത് എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പാട്ട് കേൾക്കാൻ. അപ്പൊ കേട്ട പിന്നെ കുളിര് കോരിയിട്ട ശരിക്കും. എനിക്ക് മറ്റേ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് പാടിയിട്ടില്ല, റെക്കോർഡിംഗ് അപ്പൊ അടുത്തത് 2 കുട്ടി താരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, കുട്ടി പാട്ടുകാര്. എന്ത് രസമായിട്ടാണെന്ന് അറിയോ പാടിയത്. ഇപ്പൊ എനിക്ക് കേട്ടപ്പോ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇവരുടെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതുണ്ടല്ലോ, ഭയങ്കര ഒരു ലാളിത്യം, എന്താ പറയാ, നമുക്ക് അല്ലേ ഇന്നസെൻസ് കുട്ടികളുടെ, അങ്ങനെ എനിക്ക് തോന്നിയത്. നീളക്കുട്ടി എങ്ങനെ ഉണ്ട്? പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായി അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ? ഞാൻ ഭയങ്കര സന്തോഷാണ്. പിന്നെ വീട്ടിൽ ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും നീയാണോ പാടിയേ,
ഞാൻ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി കറങ്ങിയിട്ട് രാത്രി 12 മണിയപ്പോഴായത് എത്തിയത്. ആണല്ലേ? അപ്പൊ സ്കൂളിൽ പോയപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ? സ്കൂളില് കൊറേ വഴക്കിട്ടിരിക്കണ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ എന്നോട് വന്നിട്ട് എടി എനിക്കൊരു ചാൻസ് തരുമോന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം തല്ലൂടി മിണ്ടാതിരുന്നവരൊക്കെ വന്ന് മിണ്ടി അല്ലേ? നല്ലൊരു കാര്യല്ലേ ഈ സെയിം സാധനം തന്നെ എന്റെ സ്കൂളിൽ. അതായത് നമ്മളോട് ഒരുപാട് അരിശൊക്കെ ഇങ്ങനെ ആയിട്ട് വന്നവര് പറയും, എടി സോറി കേട്ടോ, എല്ലാത്തിനും സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അത് നല്ലൊരു കാര്യല്ലേ? ഒരു പാട്ടിലൂടെ അങ്ങനെ ഒരു ഗുണം ഉണ്ടായി അല്ലേ? മിണ്ടാത്തവരൊക്കെ ഒന്ന് മിണ്ടി അല്ലേ? നല്ലൊരു പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ്. രജിത്ത്, ഇതൊക്കെ പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ അതൊക്കെ. എനിക്ക് അല്ല, അപ്പോ എന്താ നിങ്ങൾക്ക് അവിടെ അറിയായിരുന്നല്ലോ നിങ്ങളുടെ വോയിസ് ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായില്ല? എന്താ ഇവര് വിചാരിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോ ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അല്ലേ, ദിൽറു വിചാരിച്ച പോലെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പോ പ്രിപ്പയർഡ് ആയിട്ട്, അതായത് യൂട്യൂബിൽ വന്നു അന്നേരം ഓക്കെ പറഞ്ഞു, പക്ഷെ തിയേറ്ററിൽ പോകുമ്പോ പ്രിപ്പയർഡ് ആയിട്ടാ പോയത്. എങ്ങാണ്ട് വന്നില്ലേ ഞാൻ അപ്പൊ തന്നെ കരയും, അങ്ങനെ സ്വഭാവം എന്റെ. എന്താ സംഭവിക്കാം? നല്ല സ്ഥലത്തല്ലേ കേറിയത്? അതായത് ആദ്യം കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോ ഒന്ന് മ്യൂസിക് സ്റ്റോപ്പ് ആയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു കാണില്ലെന്ന്. അതിപ്പോ പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്ക് എന്തോ അത് ശരിയാ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ വിഷ്വലൊക്കെ കൂടി കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററില്? സാത്വിക കുട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാട്ടും ആ ഒരു സീനും കുട്ടികളൊക്കെ ആയിട്ട് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. മറ്റേ ഈ റീൽസിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോ ഇപ്പൊ ഞങ്ങളുടെ പോർഷൻ അല്ലെങ്കിൽ ഇത് വാലച്ചെടി ആകുമ്പോ ഒന്ന് കാണും, തയ്യക്കാക്കും, വീണ്ടും കാണും, തയ്യക്കാക്കും, വീണ്ടും കാണും. അല്ല, ഓൾറെഡി ഫോൺ തുറന്ന ഈ പാട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ കോമ്പിനേഷൻ കിട്ടും. 10 പ്രാവശ്യം സ്ക്രോൾ ചെയ്യും. അതിലൊരു റീൽ ഒന്ന് 5 വരും അവസാനം. 5 റീല് വാഴണ്ടാവും. 5 റീല് 2 വാലച്ചെടി ഉണ്ടാവും. നമ്മൾ ലിസ്റ്റഡ് ആവണം ഇങ്ങനെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോ നമുക്ക് ഈ പാട്ട് 2 പാട്ടുകളും തന്നെ വാഴാണ് നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും അല്ലേ? സാത്വിക കുട്ടിക്ക് ഇതേപോലെ പോലെ ഫ്രണ്ട്സ് ഇതേപോലെ അല്ലെങ്കിൽ ഫാമിലിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചേട്ടന്മാര് ചേച്ചിമാർ, അവരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് പാട്ടൊക്കെ കണ്ടിട്ട്? ഇത് ഈ പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും വിചാരിച്ചേ ഇത് നീയാണ് പാടിയേക്കുന്നത് അതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാരും വിളിയായി ഇതായി, അതൊക്കെ ഉണ്ടോ, സിനിമയിലുണ്ടോ, എന്തായി, ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ രജത്തിന്റെ ഒരു പാട്ടെന്ന് ശരിക്കും ഒരു കണക്ഷൻ ശരിക്കും വരുന്നത് സാത്വികുട്ടിയുടെ ശബ്ദം തോന്നുന്നുണ്ട് അല്ലേ? എന്താ വെച്ചാൽ നീലക്കുട്ടിയുടെ സൗണ്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് വരുമ്പോ അവിടെ കുറച്ചൊരു അതെങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പൊ സാത്വിക പാടിയ പോർഷനിൽ ആദ്യം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വിഷ്ണുദാസ് എന്ന ആളുടെ സിസ്റ്റത്തിലാണ്. എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ, അങ്ങനെ നീ വന്ന പാട് എന്നിട്ട് ഓരോരുത്തരെ പാടിക്കും. അപ്പൊ മെയിൽ വോയിസ് ആയിരുന്നു ആദ്യം മനസ്സിൽ. നിനക്ക് ചമഞ്ഞാടാനായി ആയിട്ട് കുറച്ച് വരും, വരമായി ഞാൻ മാറിയിടാം, ഇതായിരുന്നു എന്റെ മനസ്സിൽ. പിന്നെ അത് പോയിട്ട് കഴിയുമ്പോഴത്തേക്കും എന്തായാലും എനിക്ക് രണ്ടാമത്തെ വാലച്ചെടി പാടുന്നതിൽ എനിക്കൊരു കൊച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് വേറൊരു കൊച്ചും കൂടി കൊണ്ടുവന്നാലോ. 2 പേരുടെ ക്യാരക്ടർ വേറെ പറയാം. 2 പേരും സ്വാത്തിക്ക് ഒരു വേറെ ഉണ്ട്, വേറെ പരിപാടി ഉണ്ട്. നീലയ്ക്ക് ഭയങ്കര ഇന്നസെൻസ്, പീസ്ഫുൾ വോയിസ് ആണ്, വേറെ പരിപാടിയാ. അപ്പൊ സാത്വികയുടെ സാധനം അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഞാൻ 2 പേരും മാറ്റി പാടിച്ചു നോക്കിട്ടോ. ഞാൻ നിലയെ കൊണ്ട് അത് പാടിച്ചു നോക്കി, സാത്വിക കൊണ്ട് പാടിച്ചു നോക്കി. അപ്പൊ സാത്വിക ചോദിച്ചു പരിപാടി ഉണ്ട്. എന്നിട്ടാണ് ഞാൻ എന്റെ വോയിസ് ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് സാത്വികനെ ട്രീറ്റ് ചെയ്യുന്നത്, ആ വിന്റേജ് പോലെ ആയിട്ട് കഴിക്കുന്നത്. പിന്നെ എനിക്കതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. കാരണം കുട്ടികളുടെ വോയിസ് പറഞ്ഞാൽ ഭയങ്കര തിൻ ഫ്രീക്വൻസീസ് ആണ്. അതിനെ നമ്മൾ ഡൗൺ സാമ്പിൾ ആണ് ചെയ്യുന്നത്. നമ്മൾ ക്വാളിറ്റി കുറച്ച് പഴയ മൈക്കിൽ നിൽക്കണ പോലെ ആക്കാണോ, ടേപ്പിൽ നിൽക്കണ പോലെ. അപ്പോൾ ഞാൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. സാത്വിക വോയിസ് എങ്ങനെ നല്ല അസസ്സായിട്ട് ഇരിക്കണം, അതിൽ നമ്മൾ കത്തുള്ളായിട്ടിരിക്കുകയും ചെയ്യണം, പക്ഷെ പഴയ ഒരു വിന്റേജ് സ്വഭാവം വേണം. ഭയങ്കര എൻജോയബിൾ പ്രൊസസ്സായിരുന്നു സാത്വിക വോയിസ്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് കുറെ റീലൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇതിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കും, ഞാൻ 2 സെറ്റ് കുറെ ആളുടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. വാഴ വണ്ടിറങ്ങിയ സമയത്ത് കുറെ പേര് ഇങ്ങനെ കുത്തി പറയും, നിങ്ങളൊന്ന് അറിയിക്കണില്ലേ ആരെടുത്തും, നിങ്ങളൊന്നും അറിയിക്കാത്ത പ്രൊഡക്ഷനൊക്കെ അറിയിക്കുന്ന വെച്ചാൽ. ഞാൻ പറഞ്ഞു എന്റെ പാട്ടിന്റെ പ്രൊഡക്ഷൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുവാണ് ഈ പാട്ടില്. എന്റെ കുറെ ഒരു നല്ല നീഷ് ഉണ്ട് എനിക്ക്, എന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷെ പ്രത്യേകത പറയുന്നത് ഇയാൾ ഇച്ചിരി വിചിത്രനാണ് ഈ മ്യൂസിക് ചെയ്യണ പരിപാടികളിൽ. ബ്രോ എന്താ ഇതൊക്കെ എന്റെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടൂടെ, ഇതെന്ത് ഇങ്ങനെ ആരറിയിക്കാതെ വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരെ വെച്ചിട്ട് ഇങ്ങനെ റീൽ ചെയ്യുന്നുണ്ട്. ഇനി വരുന്നുണ്ട്, എനിക്ക് സാത്വികയുടെ പോർഷൻ ചെയ്യണം, ദിലിന്റെ പോർഷൻ ചെയ്യണം.
വരുന്നുണ്ടല്ലേ? അല്ല ശരിക്കും വാഴയിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ സവിനാണ്, അല്ലെ ഇപ്പൊ വാഴ 2 സവിനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരുടെ ഒരു ടീം ഇപ്പൊ വണ്ടിനെ തേടും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാട്ടോ. ആ പാട്ട് ഞാൻ ആദ്യം കേട്ട സമയത്ത് ഇത് ആരാണ് ഈ ചെയ്തത്? ഒന്നാമത് എനിക്ക് പഴയ പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഈ നിങ്ങളുടെ ഒരു പാട്ട് കേട്ട സമയത്ത് നമുക്ക് എവിടെയോ ഏതോ കുറെ കാലം പിന്നോട്ട് പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കണ്ടപ്പോഴും ഞാനത് ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഈ വാഴയിലോട്ട് എങ്ങനെയാ വരുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഇപ്പൊ ജോമോൻ വഴിയാണോ? അല്ലെങ്കിൽ ജോമോൻ എനിക്ക് തോന്നുന്നു ഒതളങ്ങതുരത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ വാഴയിലോട്ട് വരുന്നത്? സിജു ആണ് ആദ്യം, സിജു സണ്ണിയില്ലേ? സിജു സണ്ണി കണക്ഷനിലുണ്ട് വിപിൻ ചേട്ടനായിട്ടും അഭിനയിക്കുന്നുണ്ട്. വാഴയിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരും സീക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വണ്ടി ചെയ്താൽ പിന്നെ ആളാണ് സംസാരിച്ചു വിട്ടു. അപ്പൊ വേറെ ഒരു ആർട്ടിസ്റ്റിനെ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും വിപിൻ ചേട്ടൻ സംസാരിക്കണ്ടായി. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഓക്കെ അങ്ങനെയാണോ കാര്യങ്ങൾ. അപ്പൊ നീ ചെയ്യുന്ന പാട്ടിൽ ഏതൊക്കെയാ? ഞാൻ ഇപ്പൊ എൻ്റെ ഒരു വണ്ടിനെ തേടി. ഓ അത് നിന്റെ പാട്ടാ? അന്ന് നീ കാര്യം ചെയ്യും, നീ ആ പാട്ടി. അങ്ങനെ നേരെ എന്നോട് പറഞ്ഞു. ഭയങ്കര മൈൽഡായിട്ട് സിറ്റുവേഷൻ പറഞ്ഞു. അത്ര ഉണ്ടായുള്ളൂ. ഒരു കുട്ടികളുടെ കാലഘട്ടത്തെ ഒരു വൺ സൈഡ് ലവ് ആണ്. അത് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുന്നു, അത്ര പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ വേണ്ട ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്ന സാധനം അത് ആണ് അതിമനോഹരം അതിന് സംഭവിച്ചത്. അതെ, അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായത്. ആ പാട്ടിലും സാത്വികയും നീളക്കുട്ടിയും പാടിയിട്ടുണ്ടല്ലോ അല്ലേ? സാത്വികനെ കിട്ടിയ കണ്ണ ഡാൻസ് സമയത്ത് വേറൊരു ട്രാക്ക് ഉണ്ട്, കണ്ണ ഡാൻസ് വരാൻ പോണ്ടല്ലേ? അതില് സാത്വിക കുട്ടി പാടിയിട്ടുണ്ട്. അതിമനോഹരത്തില് ഇല്ല, നീളക്കുട്ടിയാണോ പാടിയിട്ടുള്ളത്? അതില് നീള, ചിന്മയി, ആരൊക്കെയായിരുന്നു? ശ്രേയ ചേച്ചി, 2 പേരുണ്ട് അല്ലേ? അയ്യോ ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ, ചെറിയ കൊച്ചക്കൻ, അമ്മാന, അയാൻ. കുറച്ച് പേരുണ്ടായിരുന്നത് അല്ലേ? അന്ന് സ്കെച്ച് ഇട്ടാ കുറച്ച് ഭയങ്കര ഇച്ചിരി പീക്കിലായിരുന്നു. അപ്പൊ എത്ര വലുതായിട്ടൊന്നും ഇല്ല. അപ്പൊ ഈ രജിതയുടെ എങ്ങനെയോ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറുണ്ടോ നിങ്ങൾക്കൊക്കെ? ഭയങ്കര ഫണ്ണാ. എന്ന് പറയാ എങ്ങനെയായിരുന്നു? എക്സ്പ്ലെയിൻ. കുട്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പാടി തന്നെ. കുട്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങക്ക് മനസ്സിലാക്കി പറഞ്ഞു. അതിപ്പോ മറ്റേ വാനില ചെടിയേ വാന ആ പോർഷൻ ഞങ്ങക്ക് പാടണമെങ്കിൽ അങ്ങനെ ആക്കി തരും. നല്ല രസമായിരുന്നല്ലേ? പണ്ടാണ് നല്ല രസമാണ്. റെക്കോർഡ് ചെയ്യുമ്പോ പേടിയില്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമോന്നൊരു പേടിയില്ല ഉണ്ടായിരുന്നില്ല അല്ലേ? ബാക്കിയുള്ള സ്റ്റുഡിയോസ് പോകുന്ന പോലെ അല്ലായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ചേട്ടൻ. ചൈൽഡ് ഫ്രണ്ട്ലി. അല്ല അതുകൊണ്ട് നിങ്ങക്ക് നന്നായി പാടാൻ പറ്റിണ്ടാവും അല്ലേ ചേട്ടന്റെ കൂടെ പാടിയിട്ട്? നല്ല അടിപൊളിയുണ്ടായിരുന്നു. ടെൻഷനിലായിരുന്നു. കുറച്ച് ടെൻഷനിലായിരുന്നു. എന്തേതു ടെൻഷൻ? എന്താ പറഞ്ഞോ? എന്തോ പനിയൊക്കെ ആയിരുന്നു, സുഖമില്ലാന്നുണ്ട്. ഞാൻ ടെൻഷൻ പാടുന്നുണ്ട് അടിപൊളിയായിട്ട്, പക്ഷെ കിട്ടല്ല. ഇച്ചിരി മൂഡ് ഓഫ് ആയി, കരയാനൊക്കെ കൂടി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ കിട്ടുമോ കിട്ടും. നമുക്കൊരു പോയിന്റ് മനസ്സിലായി, സാത്വികയുടെ പോർഷൻ സെറ്റ്, ഇത് കഴിഞ്ഞു, ഇത് എന്നാ പാടണം. എനിക്ക് വെയിറ്റ് ചെയ്ത് കുറച്ച് ആള് തിരിച്ചൊക്കെ വന്നു, കംബാക്ക് ഫോമിലൊന്നു. സമാധാനം. ഇപ്പതേ അതെ കൂടെ പിറന്നവളല്ലേ അല്ലേ, കൂടെ പിറന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് പാട്ട് ഭയങ്കര ഹിറ്റ് അല്ലേ? അതും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റ്. ഈ പറഞ്ഞ പോലെ വാനില ചെടിയുടെ പോലെ തന്നെ എല്ലാവരും ആ പാട്ട് വെച്ചിട്ട് ബ്രദേഴ്സിനൊക്കെ വിളിക്കും. എന്നിട്ട് പണ്ട് അങ്ങനെയൊക്കെയാണ് അല്ലേ? അപ്പൊ ആ പാട്ട് നമുക്ക് പാടിയാലോ? അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ, തമ്മിൽ പിണങ്ങിപ്പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. അയ്യോ ശരിക്കും ഉണ്ടല്ലോ. ഞാൻ ഓഡിയോ ലോഞ്ചിൽ ഇത് ആദ്യമായിട്ടേക്കണത്. അതിൻ്റെ അത് വിജയണ്ണും പാരദേശൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ പൊക്കൊച്ചിനെ തൂക്കി ഞങ്ങള് ഇട്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലേ.
പാട്ട് കേൾക്കാൻ എനിക്ക് അറിയാം, എന്തോ വരാൻ പോണ്ടെന്ന് അറിയാം, എനിക്ക് എന്താണ് സംഭവം അറിയാം. പിന്നെ നിലയം പറഞ്ഞു ആ നിളക്കുട്ടി ഈ ചേട്ടനപ്പം നിളക്കുട്ടി ഓഡിയോ ലോഞ്ചിന് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. എൻ്റെ തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരി അപ്പോൾ ഫാദർ ആണ് പുള്ളിക്കാരി കൊണ്ടുവന്നത്. അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഫ്രണ്ടിലിരിക്കാൻ പറ്റുക. അപ്പോൾ പുള്ളിക്കാരി കുറേ നേരമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ബോറടിക്കുന്നുണ്ടോ? കുട്ടിയല്ലേ, ബോറടിക്കുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് നമ്മളെക്കാൾ മെച്യൂരിറ്റിയാ. ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, എൻ്റെ 3 പാട്ടുണ്ട് ഈ മൂവിയിൽ. ഞാൻ പറഞ്ഞു, ഏത് 3 പാട്ട്? അതെനിക്കറിയാൻ പാടില്ല, എന്നെ അച്ഛൻ കൊണ്ടുപോയി ഞാൻ പാടി. ഇനി അത് ഞാൻ വന്ന സമയത്ത് ചോദിച്ചേ ഏതൊക്കെ സ്റ്റുഡിയോയിലെ, എല്ലാ സ്റ്റുഡിയോയുടെ പേരിരുന്ന് എല്ലാം എല്ലാം നല്ല ബാക്കിയുള്ള ആളുകളൊക്കെ ഏതാന്ന് ചോദിക്കുമ്പോ ഇവിടെ ഇരുന്ന് പറയായിരുന്നു ഓരോ പാട്ടുകളല്ലേ. അടിപൊളിയായിട്ടുണ്ടോ ശരിക്കും, അല്ലെങ്കിൽ തുളഞ്ഞു കയറും. അതായത് നമുക്ക് ഇമോഷണലി ആ സിനിമ തന്നെ, നമ്മൾ വാഴ എന്ന് വിചാരിച്ചപ്പോഴുണ്ടല്ലോ, വാഴ 1 ഇറങ്ങിയ സമയത്തായാലും അവരുടെ കോമഡി എല്ലാം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, വാഴ 2 അറിയുമ്പോൾ നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു സിനിമയായി മാറി അല്ല. അത് ഈ പാട്ടൊക്കെ അതിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു തന്നെയാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. എനിക്ക് രോമം പൊങ്ങി. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ പാട്ട് ആദ്യം പ്ലേയാണല്ലോ, എനിക്ക് ഇങ്ങനെ ഞാൻ അവിടെ കിടക്ക് അടക്ക് ഞാൻ ഹൈപ്പായി പോയി. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യേണ്ടത് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില. അപ്പൊ ദില്ലൂന് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടൊരു പാട്ട് പാടി? ഇപ്പൊ കോസ്റ്റ്യൂം ഡിസൈനർ എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ആദ്യമായിട്ട് അതിപ്പോ രജിത്ത് പറയാണ് പാട്ട് നമുക്ക് പാടി നോക്കാന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? വിശ്വസിച്ചില്ല. വിശ്വസിച്ചില്ല. നമ്മള് ഇപ്പൊ നമ്മൾ രണ്ടു ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് അല്ല, ഇപ്പോൾ കൊളീഗ്സ്, നമ്മളെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോശം പറയാതിരിക്കാൻ വേണ്ടി കുഴപ്പമില്ല, നല്ലതാണല്ലോ വോയിസ്, നല്ല വോയിസ് ആണല്ലോ, നമ്മളിങ്ങനെ അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പറയില്ല. അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ച ഫസ്റ്റ്. അപ്പൊ പറഞ്ഞു, ഇത് വാഴ മൂവിയിലെ ട്രാക്കാണ്, അതാണ് ഇതാണെന്നും വലിയ ആധികാരികമായ സംസാരമൊന്നും ഇല്ല. പിന്നെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് ഇതുപോലെ ഈ ലിറിക്സ് ഇങ്ങനെ പറയുന്നു. അപ്പോഴും ഞാനിങ്ങനെ പ്രോസസ് ചെയ്യും, ഓക്കെ ലിറിക്സ് മാറ്റാനായിരിക്കും അപ്പോൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ലിറിക്സ് ഇങ്ങനെ പറയാൻ സജഷൻ ചോദിക്കാൻ അങ്ങനെ വിളിക്കായിരിക്കും. പിന്നെയും പറഞ്ഞിട്ട് അപ്പൊ നീ പാടിയാൽ കൊള്ളായിരിക്കും, നീ ആ രണ്ട് ടൈപ്പ് ഓഫ് പാട്ട് പാടിയിട്ട് അയച്ചു തരൂ എന്ന് പറഞ്ഞു. പിന്നെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അതിന് മുകളില് ലൈക്ക് അങ്കിത് മേനോന്, വിപിൻ ദാസ് ആണ് എന്റെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു തിയേറ്ററിൽ ഓക്കെ, സ്പോട്ടിഫൈയിൽ വരെ ഈ പാട്ട് വന്നിട്ടാണ് ഞാൻ വിശ്വസിച്ചത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒക്കെ കൊണ്ടാ പോകുന്നത്. എങ്ങാനും ഈ ഭാഗം വന്നില്ല, ഈ പറഞ്ഞ പോലെ എങ്ങാനും ഈ ഭാഗം വന്നില്ലെങ്കിൽ പുള്ളി ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്, എങ്ങാനും ഞാൻ ഇങ്ങനെ പറയാം, എങ്ങാനും ഈ ഭാഗം വന്നില്ലെങ്കിൽ പുള്ളി തൊപ്പിയൊക്കെ ഇട്ടിട്ടിങ്ങനെ നിൽക്കാം. എല്ലാവരും ട്രസ്റ്റ് ചെയ്യാം. ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല വിഷയമില്ല. ഞാൻ വേറെ കണ്ടിട്ടുണ്ട്, ഇവര് പല 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 ഓപ്ഷൻസുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ സാധനമാണ് തിയേറ്ററിൽ ഇതിൽ എന്തുണ്ടാവുന്നത് ഒരു ഐഡിയ. മറ്റേ ബിജുക്കുട്ടൻ ചേട്ടന്റെ സീൻ വന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. അതെന്റെ പാട്ടില് യൂട്യൂബിൽ കണ്ടപ്പോ ആ സമയത്തെ എനിക്ക് മൂവി കാണുന്നതിന് മുന്നേ എന്റെ പോർഷനിൽ മാത്രം ഒരു കോമഡി സീൻ ഇട്ടേക്കുന്നു. പക്ഷെ ഞങ്ങൾ എഴുതിയത് നെഗറ്റീവ്, ലൈക്ക് മദർഹുഡ് അതൊക്കെ എഴുതിയത്. പക്ഷേ വന്നപ്പോഴത്തേനും വേറൊരു സീൻ. അപ്പൊ ഞാൻ ഓഡിയൻസിന് എന്റെ പാർട്ട് കേൾക്കുവോ എങ്ങനെ അവർ സ്കിപ്പ് അടിച്ച് വിടുവെന്ന്. പക്ഷെ യൂട്യൂബിൽ പോയി നോക്കിയപ്പോ എല്ലാരും ആ മിനിറ്റ് ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആ ടൈം മെൻഷൻ ചെയ്ത് വെക്കുമല്ലോ കമന്റ്സിൽ, ടൈം മെൻഷൻ ചെയ്തിട്ട് ഈ പാർട്ട് റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നു. അതായത് ഒരു പാട്ട് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വരി, അല്ലെങ്കിൽ പാട്ട് തന്നെ പറയാം, പാട്ട് കൊണ്ട് ഒരു വിഷ്വലിനെ മാറ്റിയെടുക്കുക എന്ന് പറയില്ലേ. നമ്മൾ അത്രയും കാലം വിചാരിച്ചിരുന്നു ഇനി ഒരിക്കലും ആ ഒരു വിഷ്വൽ ഉണ്ട് ആരും എന്താ പറയാ ചിരിക്കില്ല എന്ന് പറഞ്ഞ ഒരു മാറ്റം സിനിമ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ പാട്ട് കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. അത് വലിയൊരു പ്രൗഡ് മൊമെന്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. അതുപോലെ രജത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഡിക്ഷണറി നിന്നാണോ ഇത്രയും വാക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഈ വരികളൊക്കെ എഴുതുന്നത്? ഞാൻ പുറത്തു വരാറില്ല, എന്നാലും മലയാളമായിരുന്നു. ഞാൻ ഡൽഹി ബോൺ ഒരു മല്ലൂക്കിട്ടാണ്. എനിക്ക് മലയാളം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ സംസാരമൊക്കെ കണക്കാ. കളിക്കൊടുക്കയും ഡൈജസ്റ്റും വായിച്ചാൽ മതി, കുറെയൊക്കെ ഈ പാട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും ബുദ്ധിയും. എന്നാലും ഇങ്ങനെ വരികളിൽ ഇപ്പൊ ആരുടെയും സജഷൻസ് ചോദിക്കാറുണ്ടായാലും നമ്മൾക്ക് അർത്ഥങ്ങളൊക്കെ അറിയണല്ലോ. നമ്മളിപ്പോ ഓരോ വരികളിൽ ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, ഓരോ നെഗറ്റിവിറ്റിയിൽ നിന്നും കുറെ പറഞ്ഞല്ലോ. ഞാൻ ഇപ്പൊ ഈ ക്വാളിറ്റി ഞാൻ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വരുന്താരാന്ന പേര്, ഫിലിം മേക്കർ, ആക്ടറാണ്. ആള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്നിരുന്നിട്ട്, എടാ ഈ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിനക്ക് എന്താ ഫീൽ ചെയ്ത്, അങ്ങനെയൊക്കെ പുള്ളിയുടെ പ്രോസസ് ഉണ്ട്. ഫിലിം മേക്കേഴ്സ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സ്ക്രിപ്റ്റ് എഴുതണം, ഭയങ്കര ഡിസ്കസ് ചെയ്ത് എല്ലാവരും ബ്രെയിനിൽ ഇറങ്ങിച്ചേർന്ന് ഓരോരുത്തർ അങ്ങനെ ഫീൽ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി. ഞാൻ ഇതുപോലെ ലിറിക്ക് കേട്ടിട്ട് നിനക്ക് എന്താ മനസ്സിലായി, നിനക്ക് എന്താ ഫീൽ ചെയ്ത്, ഈ ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുള്ളൂ.
അതൊന്ന് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട്. എനിക്ക് ഭയങ്കര കാര്യം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. കണകുണയൊന്നുമില്ല, കാര്യം പറയണം, കാര്യം മനസ്സിലാവണം. പിന്നെ ചാറ്റ് GPT സഹായം കുറച്ച് ഞാൻ തേടിയുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇമ്മൻസ് എമൗണ്ട് ഓഫ് ഐഡിയാസ് ഉണ്ട് എനിക്ക്. ഞാൻ എന്താ ബോസ്റ്റ് ചെയ്യല്ല, ഭയങ്കര ഐഡിയാസ് ഉണ്ട് എനിക്ക്. ചിലപ്പോൾ വാക്കുകൾ കിട്ടില്ല. അപ്പൊ ഈ വാക്കുകൾ ചില സാധനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഡിക്ഷണറി നല്ലോണം നോക്കാറുണ്ട്. ഞാൻ ചില സൈറ്റുകളുണ്ട് മലയാളത്തിലെ ഒരു ഇംഗ്ലീഷ് വാക്ക് കൊടുത്താൽ അതിന്റെ സിനോണിംസ് ഉണ്ട്. അതുപോലെ ചാറ്റ് GPT അടുത്തൊക്കെ കുറച്ച് ഡിഫൈൻ ചെയ്യാനും. പിന്നെ ധന്യ സുരേഷ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, സൈക്കോഡം ബ്രിഡ്ജിന്റെ വെബ്സൈറ്ററാ. ചേച്ചി ഭയങ്കര നല്ലൊരു മെന്ററാണ് എനിക്ക്. പുള്ളിക്കാരി ഇങ്ങനെ പറയും, അല്ലടാ എടേ ഇത് ഇങ്ങനെ മാറ്റിയാൽ ഇതിന് ഇങ്ങനെ അർത്ഥം വരും, ഇങ്ങനെ അർത്ഥം വരും. ഈ സൈഡ് എനിക്ക് നല്ലോണം ഗുണം ചെയ്തിട്ടുണ്ടല്ലേ. അല്ല ശരിക്കും ആ വരികളുണ്ടല്ലോ ഒരു രക്ഷ. അതായത് പറഞ്ഞ വരികളും പാട്ടൊക്കെ നമ്മളെ ഒരു വേറൊരു പഴയ കാലത്തിലോട്ട് എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആക്ച്വലി അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. ഈ വണ്ടിരതോടാണെങ്കിലും എല്ലാം ഭയങ്കര ലാഘവത്തോടെ എഴുതുന്നത്. നിങ്ങളിപ്പോ പറയണ ഈ ലിറിക്കിന് ഇത്ര ബൂസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ എന്റെ പ്രൊഡക്ഷൻ എനിക്ക് സംഭവം ഞാൻ ഫീൽ ചെയ്യാറ്. ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസർ ഭയങ്കര സംഭവമാണെന്ന് എനിക്കറിയാം ആണ്. പക്ഷെ വരികൾ ഇത്ര ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം വാഴയിൽ തന്നെ കണ്ടു ആ വരികളുടെ. ശരിക്കും പായലും അതിലും തമ്മിലുള്ള പ്രണയം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതിമനോഹരം ഇറങ്ങിയ സമയത്ത് ഓരോ വരികളും ഇതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ വരികൾ ഇതേപോലെ തന്നെ കുറെ ചിന്തിച്ചിട്ടൊക്കെ എഴുതിയത് തന്നെയാണ് ആ പാട്ടൊക്കെ ചെയ്തത്. ഇങ്ങനെ ഒരു സ്പാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ നാള് വെറുതെ ഇങ്ങനെ അലയും. കിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് ദിവസം കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അന്ന ദിവസം തന്നെ സ്ട്രക്ചർ വരും, മൊത്തം എഴുതി തീർക്കണം. കവിത പോലെ വരും. ഓട്ടോമാറ്റിക് ആയിട്ട് ആ മ്യൂസിക്കിന്റെ ആദ്യം ഇങ്ങനെ ലിറിക്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തിട്ടാണ് ലിറിക്സ് ചെയ്തത്? മിക്കതിലും സൈമിൾട്ടേനിയസ് ആയിട്ട് കൂടുതൽ ആദ്യം കൺസെപ്റ്റിൽ ലിറിക്ക് കിട്ടുമ്പോ ഹൈലാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെടീനെ നശിപ്പിക്കുന്ന സാധനങ്ങൾ, പച്ചത്തുള്ളൻ, ഇലിമുട്ട, ഇലപ്പേൻ, പുഴുക്കള്, കളകള്, ഇതിന്ന് പാടി വെക്കാം. അങ്ങനെ ആദ്യം വാക്ക് കിട്ടിയ എക്സൈറ്റ്മെന്റിലാണ് മൈക്കിന് മുന്നിൽ വന്നത്. അപ്പൊ തന്നെ റെക്കോർഡ് അന്ന് ഫസ്റ്റ് റഫ് ഉണ്ടല്ലോ കമ്പോസ് സമയത്ത് വന്ന ആ ഓഡിയോ ആണ് ഇപ്പോഴും നിങ്ങൾ കേൾക്കണ ഓഡിയോ. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇല്ല. അതിനകത്ത് കേൾക്കുന്ന ലീക്കും നോയ്സും അതൊക്കെ കിള്ളിയുടെ സൗണ്ട് കേൾക്കണ്ട അതൊക്കെ വെച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ കിടക്കട്ടെ. അത് എന്റേതായ പ്രൊഡക്ഷൻ എസ്തെറ്റിക്സ് ആണ്, എനിക്ക് ഇഷ്ടമാണത്. അങ്ങനെയാണല്ലേ വരികളൊക്കെ വന്നത്. ചിലപ്പോ ഉണ്ടല്ലോ ഈ ആദ്യം ഒരു ഐഡിയ ഫോം ചെയ്യുന്ന സമയത്തുള്ള ഒരു ജെന്യൂനിറ്റി ഉണ്ടാവും, അത് ഒരിക്കലും പിന്നെ രണ്ടാമത് കിട്ടില്ല. പിന്നെ ആദ്യം വന്നത് അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് എഴുതി വെക്കുക, അതിപ്പോ തന്നെ നമുക്ക് കുറെ ഒരു ഐഡിയ വരും അല്ലേ. അത് സത്യസന്ധമായിരിക്കും. പക്ഷെ എനിക്ക് പഴയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോഴേ ഒറ്റ വ്യത്യാസം തോന്നി വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ പാട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അർത്ഥം കിട്ടണമെന്നൊന്നുമില്ല, കുറച്ച് ഭയങ്കര ഇത്തിരി കടുകട്ടി ആയിരിക്കും. പക്ഷെ ഇത് അത്ര സിമ്പിളായിട്ടൊന്ന് എഴുതിയെന്നാ തോന്നിയത്. പക്ഷെ എന്തായാലും അത് ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ രണ്ടുപേരുണ്ടല്ലോ, ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടായിരുന്നു. ഒന്ന് പാടിയാലോ നമുക്ക്? നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഞെട്ടിത്തെരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പാടിപ്പോ പഠിക്കോ. Sani ni 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 dhan da dhan da pa 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 da pa sa ba da pa ma ri ma ga sari re ga ga ma ma pa da pa ma ga sari re ga ga ma ma pa da pa ma ga sari re ga ga ma ma pa sari re ga ga ma ma pa sari re ga ga ma ma pa. ഓ ഇത് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് പാടുക രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് എത്രയോ നാളുകൊണ്ട് പഠിച്ചതാണ്. ഇവർ ഈ ഒറ്റടി പാടേണ്ട അത്ഭുതം തോന്നി സത്യം പറഞ്ഞാൽ. അല്ല കുട്ടികളുടെ ഒരു നിഷ്കളങ്കത ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അവര് ഇത്രയോ അല്ലേ പഠിച്ചെടുക്കണേ. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവര് പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ. ആണ് എനിക്ക് നിഷ്കളങ്കത. അല്ല ഇവര് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പിള്ളേരെ പുറക്കാനൊക്കെ. എനിക്ക് ആദ്യം ഭയങ്കര പേടിയാണ് പിള്ളേരെ, സത്യമായിട്ടും. എനിക്ക് എങ്ങനെ പിള്ളേരെ അവർക്ക് മനസ്സിലാവോ, എനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ തോന്നുന്നു. അല്ല എനിക്ക് ഭയങ്കര ഈഗോലെസ് ആണ് ശരിക്കും. പ്രീ ജഡ്ജ്മെന്റിലായിട്ടൊന്നും ചിന്തിക്കില്ല അവർക്ക്. ആ മൊമെന്റിൽ എന്താ ഫീൽ ചെയ്യണം അത് തന്നെ റിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വൈബ് മാച്ച് ആണ്. ഇതിലേറ്റവും കൂടുതൽ ഞാൻ മാത്രമായിരിക്കും ഏറ്റവും ടേക്ക് പോയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഇതിലൊരു വേറെ സാധനം, ഇതിലൊരു ഒബ്സഷൻ. എനിക്കത് വർക്കല്ല. അല്ല ഇത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഇല്ല അത് വർക്കല്ല, അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഔട്ട് എടുത്തപ്പോഴത്തേക്കും മിക്സിന്റെ പ്രശ്നമുണ്ട്. മിക്സിങ്ങിന്റെ കുറെ എലമെന്റ് അതിലുണ്ട്. അപ്പൊ കേക്ക് വ്യക്തമാവില്ല എന്താ പാടുന്നതെന്ന്.
അപ്പോൾ ജിബിൻ ചേട്ടൻ പറഞ്ഞു എടാ വ്യക്തമല്ലടാ പാടുന്നത് എന്ന് ഞങ്ങളോട് അറിയിച്ചു. ഇങ്ങനെ മിക്സ് ശരിയാക്കാം. ഇല്ല ഞാൻ ഓഫീസിൽ വേണ്ടി വരുന്ന വയ്ക്കും, നമുക്ക് റെക്കോർഡ് ചെയ്യാം. വീണ്ടും വന്ന് റെക്കോർഡ് ചെയ്യും, വീണ്ടും വന്ന് റെക്കോർഡ് ചെയ്യും. എല്ലാ ദിവസവും അങ്ങനെ എപ്പോഴാണ് അല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് എപ്പോഴായിരുന്നു അവസാനം? എനിക്ക് തിയേറ്ററിൽ കേട്ടപ്പോ അതുവരെ നന്നായിട്ടല്ല, പോരാ സ്മിത്ത് പോരാ, ഇത് ശരിയായിട്ടില്ല. അതെ അതെ. അല്ല ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്, പല ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു ഈ ഹാറ്റ് സ്മിത്ത് എന്താണ്? അയ്യോ അതെന്താ നിങ്ങളിപ്പോഴും രജത്ത് വേൾഡിലാണ്? ഞാൻ ചോദിക്കാൻ രജിത്ത് അതെ ഈ അടുത്ത് കഴിഞ്ഞ അതിമനോഹരം ശേഷം എന്നെ ഡിസ്കവർ ചെയ്ത് എല്ലാവരും ഹാറ്റ് സ്മിത്ത് ആണ്. മറ്റേ പേരും നമുക്കൊന്നും ഓർമ്മ വരണല്ലോ, അതുകൊണ്ട് അത് വീട്ടിലുള്ള പേര് പോലെ അങ്ങനെയാണ് കിടക്കുന്നത്. ഹാറ്റ് സ്മിത്ത് ആണ് ഞാൻ വീട്ടിൽ വിളിക്കുന്ന പേരാന്ന് വിചാരിച്ചു. വീട്ടുകാരെ പോലെ അങ്ങനെയാണല്ലോ, അല്ല എന്തായിരുന്നു ശരിക്കും അങ്ങനെ ഒരു പേര്? ഹാറ്റ്സ് ഇട്ടോണ്ടാണോ? എനിക്ക് മറ്റേ കോൺഫിഡൻസ് തരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഹാറ്റ്. അത് ഈ ഹാറ്റ് ആണോ അതോ അല്ലാതെ? എന്റെ വീട് ഭിത്തി നിറച്ച ഹാറ്റാ, ഹാറ്റും മയാണ്. സ്റ്റുഡിയോ ചെല്ലുമ്പോ ഓരോ ദിവസം ഓരോരോ ഹാറ്റാ, വെറൈറ്റി ഹാറ്റാ. വെറൈറ്റി മാൻ ആണ് അല്ലേ? അപ്പോ അതുകൊണ്ട് ഹാറ്റ് സ്മിത്ത്. അല്ല ശരിക്കും നമുക്കൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു പേര് ഉണ്ടാക്കണത് എപ്പോഴും നല്ലത് തന്നെയാണ്. ആ ഒരു പേരിൽ നമ്മൾ അറിയപ്പെടുമെന്ന് പറയുമ്പോൾ അത് അടിപൊളി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ മുൻപും കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ മലർക്കൊടി പോലെ ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു റാപ്പും വേഷനൊക്കെ അടിപൊളിയായിരുന്നു. ആ പോർഷൻ ഒന്ന് പാടുവോ? അയ്യോ അത് ചൊക്ലിയുടെ പോർഷനാണ്. അത് ഫുള്ള് റാപ്പ്. അതിന്റെ എന്ത് കണ്ടന്റ് ഉള്ളത് എന്റെ ഇടയ്ക്കുള്ള മലർക്കൊടി പോലെ വർണ്ണക്കൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണക്കൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ മടിമേലെ. ആ മലർക്കൊടിയുടെ റിമിക്സ് പോർഷൻ പോലെ, പക്ഷെ നല്ല രസം കേൾക്കാൻ വേണ്ടിട്ട്. സരഗമ നല്ലൊരു പഴയ ട്രാക്കുകൾ എടുത്തിട്ട് അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉള്ളൊരു ക്വസ്റ്റിലാണ്. അപ്പൊ മലർക്കൊടി വന്നു. അപ്പൊ ഇനി ഹാറ്റ് സ്മിത്ത് വിളിക്കണോ? എന്താ വിളിക്കണ്ടേ? രജിത്ത് ഹാറ്റ് സ്മിത്ത് അല്ല വിളിക്കണത്. ഇപ്പൊ എന്താ ഞാൻ എന്താ വിളിക്കണ്ടേ? കൺഫ്യൂഷൻ ഇനിയിപ്പോ എന്താ? ഓ ഇനി അല്ലെങ്കിൽ ഹാറ്റ് സ്മിത്ത് ആണെന്ന് ഹാറ്റ് സ്മിത്ത് വിളിക്കാം. ശരിക്കും പാട്ടിന്റെ മേഖലയിലോട്ട് എങ്ങനെയാണ് ചെറുപ്പത്തിലോട്ട് എങ്ങനെയായിരുന്നു അതിനോട് ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു കാരണം? ഞാനൊരു ആനിമേറ്റർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ പടം വരയ്ക്കായിരുന്നു. പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത് വളരെ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലമാണോ? അല്ല സമ്മർദ്ദം മൂലമൊന്നുമല്ല, സമ്മർദ്ദം ഇറക്കി വെക്കാൻ വേണ്ടി പാട്ടുകൾ എഴുതാണ്. അങ്ങനെ നമ്മളങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ ഒഴുകുണ്ട് സംസാരത്തിൽ തന്നെ. അങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ പാട്ട് എഴുതുന്നില്ല കേട്ടോ. ആദ്യം അത് വെറുതെ പറഞ്ഞ റാപ്പ് എഴുതായിരുന്നു. ഞാൻ പണ്ട് റാപ്പറായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. എന്റെ നാവിനത്തെ വഴക്കില്ല. പണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ റാപ്പ് ബാറ്റിൽസ് ഒക്കെ എഴുതും. എന്ന് വെച്ചാൽ ഞാൻ അവനെ ഇൻസൾട്ട് ചെയ്യണം. എന്റെ കൂട്ടുണ്ട് വംശി നായര്. ഞാൻ അവനെ ഇൻസൾട്ട് ചെയ്യണം, അവൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേറെ ലൈൻ എഴുതും. ഞങ്ങളൊരു ബീറ്റിൽ നിന്നിട്ട് ഇങ്ങനെ അവൻ ഇൻസൾട്ട് ചെയ്യും, അവൻ എന്നെ തിരിച്ച് ഇൻസൾട്ട് ചെയ്യും. അങ്ങനെ അതൊക്കെയായിരുന്നു തുടങ്ങിയ കാലഘട്ടം. പിന്നെ പയ്യെ മ്യൂസിക് ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കി ഒരു പോയിന്റ് RJ Spark എന്നൊക്കെ ആയിരുന്നു ആദ്യം ആർട്ടിസ്റ്റ് നെയിം. സൈക്കഡലിക് മ്യൂസിക് ആയിരുന്നു കൂടുതൽ ചെയ്തോണ്ടിരുന്നത്. ഇലക്ട്രോണിക് ഒക്കെ ആയിരുന്നു. പിന്നെ പോകെ എഴുതാൻ തോന്നുന്നു, എഴുതിയേക്കാം എന്നുള്ള എഴുതിയാണ് വണ്ടിരത്തേട് എഴുതിയത്. അതിന് മൊത്തം ഇംഗ്ലീഷ് ട്രാക്കുകളും ഹിന്ദി ട്രാക്കൊക്കെ എഴുതിക്കുന്നത്. എനിക്ക് എല്ലാ പാട്ടും പഠിപ്പിക്കണം എന്നുണ്ട്. സമയപരിമിതി ഇവരുണ്ടല്ലോ ഇനിയിപ്പോ പാട്രിയോട്ടിലൊക്കെ പാടാൻ പോവാണെന്ന് കേട്ടായിരുന്നു. അതുപോലെ തന്നെ തുടരും മൂവില് പാടിയിട്ടുണ്ടല്ലേ? ആ പാട്ടൊന്ന് പാടുവോ? പാട്ടൊന്ന് ഒരു വരി രണ്ടുപേരും കൂടിയിട്ട് തുടരും മൂവിലെ കൺമണിപ്പൂവേ പാടിയാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് ഈ വാഴ പോലെ തന്നെ അല്ലേ? ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പു കുലയ്ക്കണതാര്, അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കുത്തോടുമാല തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്ന് കണ്ടേ, ചെന്തമിഴിൻ തേൻ കുടഞ്ഞ് പൂങ്കുയിൽ പാടുന്ന കേട്ടേ. ഓ അതും അടിപൊളി. അവസാനമായിട്ട് നമുക്ക് പാടിയാലോ വാനില ചെടി? അല്ല എല്ലാരും കൂടിയിട്ട് പാടാം. ഞാനും വരാം. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കാം. നമുക്ക് ആ പാട്ടോട് കൂടി നമുക്ക് ഇന്റർവ്യൂ നിർത്താം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. നമുക്ക് എല്ലാം കൂടി പാടാം. വാനില ചെടിയെ
വാനോളം വളര് വാനില ചെടിയെ വാനോളം വളര്. ആ നിനക്കുച്ച മഞ്ഞാടാന വെയിൽവരകളാൽ വേദിയൊരുക്കിടാം. വളമായി ഞാൻ മാറിയിടാം. ചെറുതണലിതിൽ ലോകം തിരഞ്ഞിടം. പച്ചത്തുള്ളൻ മേലിമുട്ട ഇലപ്പേനോ അകലെ. പുഴുക്കളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ. വാനില ചെടിയേ വാനില ചെടിയേ. വാനില ചെടിയെ വാനോളം വളര് വാനില ചെടിയെ വാനോളം വളര്. മണ്ണിലേരം വരളുമ്പോ കിരണങ്ങൾ കണ്ണിൽ നീറുമ്പോ താങ്ങാവാം തണലാവാം. കൈകാൽ നീണ്ടു വളരുമ്പോൾ കാലം കുത്തനെ നീങ്ങുമ്പോൾ മരമാവാം ഒരിക്കൽ വനമാവാം. മയിൽ വരാ നിന്നാൽ പലതിൽ മരിവെയിലും തണല്. മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര്. വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളര് വാനില ചെടിയേ വാനോളം വളര്. വാ 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 വാ. കോസ്റ്റ്യൂം വരെ അങ്ങനെ ഇട്ടാണ് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഇത്ര നേരം ഉണ്ടല്ലോ നിങ്ങളായിട്ടൊക്കെ അടിപൊളിയായിട്ട് സംസാരിച്ചിരിക്കണ പോലെയാണ് എനിക്ക് തോന്നി. ഇന്റർവ്യൂ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? ഇനി വാഴ അടുത്തത് വരാൻ പോകുന്നുണ്ട്. വാഴ 3 അതിന് ഇതുപോലെ നല്ല പാട്ടുകൾ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങക്ക് രണ്ടുപേർക്കൂട്ടാ നല്ല നല്ല പാട്ടുകൾ ഇനി വലിയ വലിയ സിംഗേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും സാത്വികകുട്ടിക്കും നിളകുട്ടിക്കും. താങ്ക് യു. ദിൽറു നല്ലൊരു പാട്ടുകാരിയായി തീരട്ടെ. രജത് എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ ഇത്ര നേരം സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.